അവരെന്നെ ഇൻസ്റ്റഗ്രാമിൽ നിന്നും ബാൻ ചെയ്തു. ബാൻ മാത്രമല്ല, എൻ്റെ പേരിൽ അവരൊരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. വെറും ഫേക്ക് അക്കൗണ്ട് അല്ല, ഒരു ബ്ലൂ ടിക്കുള്ള ഒരു വെരിഫൈഡ് ഫേക്ക് അക്കൗണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ മേലെയുള്ള ഒരു സൈബർ അറ്റാക്കാണ്. ഇവർ ഇതുപോലെ സൈബർ അറ്റാക്ക് ചെയ്യാൻ ലക്ഷങ്ങളാണ് മുടക്കിയിരിക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നില്ല. ഇൻസ്റ്റഗ്രാമിൽ പൈസ വാങ്ങിച്ചിട്ട് അക്കൗണ്ടുകൾ ബാൻ ചെയ്യാനും അൺബാൻ ചെയ്യാനുമായിട്ടിരിക്കുന്ന കുറേ പ്രൊഫഷണലായിട്ടുള്ള കുറച്ച് ഇൻസ്റ്റഗ്രാം ബാനേഴ്സ് ഉണ്ട്. ഇതാണ് എനിക്ക് അവർ അയച്ച ലീഗൽ നോട്ടീസ്. ഈ ലെറ്റർ കിട്ടി 24 മണിക്കൂറിനകം ഞാൻ ഈ വീഡിയോകളെല്ലാം ഈ പോസ്റ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യണമെന്നും ഇതുപോലെ ഒരു 100 ലീഗൽ നോട്ടീസ് കൂടെ അയക്കും. ഈ വീഡിയോയ്ക്കും കൂടെ അയക്കണം, അടുത്ത വീഡിയോയ്ക്കും കൂടെ അയക്കണം. നമുക്ക് നോക്കാം. കോമഡി അല്ല, വളരെ സീരിയസ് ക്രൈമാണ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം ആ ഗ്രൂപ്പിലോട്ട് അവർ പലരും ഒരുപാട് CP അയച്ചു. ഇത് ഈ ചാനലിലെ ഒരു പുതിയ ഷോ ആണ്. ഒരു കാഷ്വൽ ടോക്ക് ഷോ ആണ്, ഒരു പോഡ്കാസ്റ്റ് പോലത്തെ ഷോ ആണ്. ഇതുവരെ ഈ ചാനലിൽ കണ്ട വീഡിയോകൾ പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. വെൽക്കം ടു ദ യെസ് അഭിജിത്ത് ഷോ. നവംബർ 12 എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിസേബിളായി. 77K ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ടാണ്. എൻ്റെ 3ാമത്തെ അക്കൗണ്ടാണ്. ആദ്യത്തെയും 2ാമത്തെയും അക്കൗണ്ടുകളും ഇതേപോലെ ഡിസേബിളും സസ്പെൻഡും ഒക്കെ ആയി പോയതാണ്. ഇത്തവണ പക്ഷേ അക്കൗണ്ടിന് ബാൻ കിട്ടിയത് ഒരു തട്ടിപ്പിനെ പറ്റി വീഡിയോ ചെയ്തിട്ടാണ്. ആ തട്ടിപ്പ് പുറം ലോകത്തോട്ട് പറഞ്ഞപ്പോഴാണ് എൻ്റെ അക്കൗണ്ട് ബാനായത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ യെസ് അഭിജിത്ത് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ടിക്കുള്ളൊരു അക്കൗണ്ടാണ്. _യെസ് അഭിജിത്ത് IG എന്നാണ് ആ ഒരു അക്കൗണ്ടിൻ്റെ യൂസർ നെയിം. പക്ഷേ ഇത് എൻ്റെ അക്കൗണ്ട് അല്ല. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അതെങ്ങനെ ശരിയാവും, ഇതൊരു വെരിഫൈഡ് അക്കൗണ്ട് അല്ലേ, ഒരു ബ്ലൂ ടിക്കൊക്കെ ഉള്ളതല്ലേ, ബ്ലൂ ടിക്കുള്ളത് എങ്ങനെ ഫേക്ക് അക്കൗണ്ട് ആവുമെന്ന് ഞാൻ ശരിക്കും ഈ അക്കൗണ്ട് കണ്ടപ്പോൾ ഷോക്കായിപ്പോയി. ഫേക്ക് അക്കൗണ്ടുകളൊക്കെ ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിൽ ബ്ലൂ ടിക്ക് ഉണ്ട്. മാത്രമല്ല എൻ്റെ അക്കൗണ്ടിൽ, എൻ്റെ ബാനായിപ്പോയ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന വീഡിയോകളൊക്കെ അതുപോലെ പബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേ ക്യാപ്ഷൻ, വീഡിയോകൾക്കൊക്കെ അതേ ക്യാപ്ഷനുകളും ഫോട്ടോകൾക്കൊക്കെ അതേ ക്യാപ്ഷനുകളും ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബേസിക്കലി എൻ്റെ അക്കൗണ്ട് ക്ലോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ആർക്ക് വേണമെങ്കിലും ഒരു ബ്ലൂ ടിക്ക് വാങ്ങിക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. മെറ്റ വെരിഫൈഡ് എന്ന ഒരു സബ്സ്ക്രിപ്ഷൻ സർവീസ് ഉണ്ട് മെറ്റയ്ക്ക്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉണ്ട്. അത് അങ്ങോട്ട് നമ്മൾ മാസം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ആര് പോയി മെറ്റയ്ക്ക് ഒരു 639 രൂപ മാസം കൊടുത്താലും അവരങ്ങോട്ട് അക്കൗണ്ടിൽ ബ്ലൂ ടിക്ക് ഇട്ട് കൊടുക്കില്ല. അതിന് കുറച്ച് നിബന്ധനകളുണ്ട്. അതിൻ്റെ നിബന്ധന എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗവൺമെൻറ് ID വെരിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഗവൺമെൻറ് ID ആയ ആധാറോ ലൈസൻസോ അല്ലെങ്കിൽ വോട്ടർ ID കാർഡോ ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ പ്രൊഫൈലിലുള്ള പേരും ഈ ഗവൺമെൻറ് IDയിലുള്ള പേരും ഒന്നാണോ എന്ന് മെറ്റ നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ബ്ലൂ ടിക്ക് ഒരു അക്കൗണ്ടിന് കൊടുക്കുകയുള്ളൂ. അതിനർത്ഥം ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ ആൾക്കാർ എൻ്റെ ഗവൺമെൻറ് ID ഫോർജ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതായത് മെറ്റ വെരിഫൈഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നു, എന്നിട്ട് ഗവൺമെൻറ് ID അല്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ ലൈസൻസ് എന്ന പേരിൽ ഒരു ഫേക്ക് ഒരു ഗവൺമെൻറ് ID ഉണ്ടാക്കി അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ട് വാങ്ങിച്ചിരിക്കുകയാണ്. എന്ത് പറയാനല്ലേ. ഞാൻ എൻ്റെ ഡിസേബിൾ ആയിപ്പോയ അക്കൗണ്ട് വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മെറ്റയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ വെരിഫൈഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. എൻ്റെ ആദ്യത്തെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഒരു 300K കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട്. അതിൽ ഞാൻ ഈ പറയുന്ന വെരിഫൈഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് സസ്പെൻഡായി പോയി എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ചാറ്റ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ പോയിട്ട് അവർ തിരിഞ്ഞു പോലും നോക്കിയില്ല. അപ്പം പിന്നെ എന്തിനാണ് ഇനിയും സക്കർബർഗിന് ഇനി പൈസ കൊടുക്കുന്നത് എന്ന് ഞാൻ കരുതി. പക്ഷെ അതുകൊണ്ട് ഇപ്പം എന്തായി, എൻ്റെ അക്കൗണ്ട് ബാനായി പോയ സമയത്ത് തന്നെ അവർ പുതിയൊരു അക്കൗണ്ട് തുടങ്ങി. അതിൽ കുറേ ബോട്ട് ഫോളോവേഴ്സ് കയറ്റി. എന്നിട്ട് അതിനൊരു വെരിഫൈഡ് സബ്സ്ക്രിപ്ഷൻ എടുത്ത് പ്രൊഫൈൽ വെരിഫൈ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഒരു സാധാരണ ഫേക്ക് അക്കൗണ്ട് ആണെങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അക്കൗണ്ട് തന്നെയല്ലേ എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇങ്ങനൊരു അക്കൗണ്ട്, ഒരു വെരിഫൈഡ് ടാഗുള്ള അല്ലെങ്കിൽ ഒരു വെരിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബ്ലൂ ടിക്കുള്ള അക്കൗണ്ട് അവിടെ നിൽക്കുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങാൻ ഇപ്പോൾ സാധിക്കില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അക്കൗണ്ടിൽ വെരിഫിക്കേഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ബ്ലൂ ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിന് ഇംപെർസണേഷൻ പ്രൊട്ടക്ഷൻ എന്നൊരു ഫീച്ചർ ലഭിക്കും. ഈ ഇംപെർസണേഷൻ പ്രൊട്ടക്ഷൻ എന്ന ഫീച്ചർ വെച്ചിട്ട് നമ്മുടെ പേരിൽ ആരെങ്കിലും ഒരു പുതിയൊരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ അത് ടേക്ക് ഡൗൺ ചെയ്യാൻ യൂസ് ചെയ്യാം. അതായത് ഞാനിപ്പോൾ ഒരു പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ എൻ്റെ അക്കൗണ്ട് ടേക്ക് ഡൗൺ ആവും. യെസ് അഭിജിത്ത് എന്ന പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ അത്
ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും. എന്താ ഇപ്പോൾ പറയുക? ഇവർ ശരിക്കും അതിനു വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊരു ഫേക്ക് വെരിഫൈഡ് അക്കൗണ്ട് തുടങ്ങി വെച്ചിരിക്കുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ മേലെയുള്ള ഒരു സൈബർ അറ്റാക്കാണ്. ഇവർ ഇതുപോലെ സൈബർ അറ്റാക്ക് ചെയ്യാൻ ലക്ഷങ്ങളാണ് മുടക്കിയിരിക്കുന്നത്. ഒരുപാട് പറയാനുണ്ട്. ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? അതറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കണം. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ബാൻ ആവുന്നതിന് തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ 10 ലക്ഷം രൂപ 10 പേർക്ക് എന്ന് പറഞ്ഞ് ജോജി തമ്പി 3 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോയ്ക്ക് 3 മില്യണിൽ കൂടുതൽ വ്യൂസ് പോയിട്ടുമുണ്ട്. പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. ഈ ഗിവ് അവേ നടത്തുന്നത് തട്ടിപ്പുകാരെ വെളുപ്പിക്കാൻ വേണ്ടിയാണ്. ഈ വീഡിയോയിൽ ജോജി തമ്പി ഫോളോ ചെയ്യാൻ പറയുന്ന ബ്രാൻഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാർട്ടപ്പ് പാർക്കും ഷാഫി ഷൗക്കത്തും. ഈ ഷാഫി ഷൗക്കത്തും കൂട്ടരും നമ്മുടെ നാട്ടിൽ ഓപ്പണായി ഒരു തട്ടിപ്പ് പോൺസി സ്കീമാണ് നടത്തി വരുന്നത്. ഈ സ്റ്റാർട്ടപ്പ് പാർക്കിന്റെ മറവിൽ ഇങ്ങനെ ചില പരസ്യങ്ങൾ ചിലരെങ്കിലും ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടാവും. കാല നിക്ഷേപ സ്ലോട്ടുകൾ ഇപ്പോൾ തുറന്നിരിക്കുന്നു. 8 മാസത്തിനുള്ളിൽ 60% വരുമാനം വാഗ്ദാനം ചെയ്യുന്ന പ്ലാനുകളെ കുറിച്ച് അറിയാൻ ഇപ്പോൾ തന്നെ ഞങ്ങളെ ബന്ധപ്പെടുക. ഇത് IQ ക്യാപ്പ് എന്ന ഇൻവെസ്റ്റ്മെന്റ് സ്കീമിന്റെ പരസ്യമാണ്. നേരത്തെ നമ്മൾ കണ്ട ഷാഫി ഷൗക്കത്തിന്റെ കമ്പനിയായ IQ വെഞ്ചേഴ്സിന്റെ സ്കീമിന്റെ പേരാണ് IQ ക്യാപ്പ്. ആ സ്റ്റാർട്ടപ്പ് പാർക്കില്ലേ, അതും IQ വെഞ്ചേഴ്സിന്റെ തന്നെയാണ്. ഈ പരസ്യമൊക്കെ കണ്ട് IQ ക്യാപ്പിന് നമ്മൾ മെസ്സേജ് അയച്ചാൽ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളാണ് അവർ അയച്ചു തരിക. പല പ്ലാനുകളുണ്ട് അവർക്ക്. ഈ പ്ലാനിൽ 1 ലക്ഷം ഇട്ടാൽ 40% റിട്ടേൺസ് തരും 4 മാസം കൊണ്ട്. ഇതിലാണെങ്കിൽ 1 ലക്ഷം ഇട്ടാൽ 8 മാസം കൊണ്ട് 60% റിട്ടേൺസ്. 40 ദിവസത്തിന്റെ പ്ലാനുണ്ട്. 40 ദിവസത്തേക്ക് 1 ലക്ഷം ഇട്ടാൽ 10% പ്രോഫിറ്റ്. ഇവരുടെ 1 ലക്ഷം 8 മാസത്തേക്ക് ഇടുന്ന സ്കീമിൽ കണക്ക് കൂട്ടി നോക്കിയാൽ കിട്ടുന്ന റിട്ടേൺസ് 90% പെർ ഇയർ ആണ്. അതെ, 90%. ബാങ്കിൽ FD ഇട്ടാൽ 5 to 6% മാത്രമാണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് ഓർക്കണം. ഇവർ പറയുന്നത് പല സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്താണ് വലിയ റിട്ടേൺസ് നമുക്ക് തരുന്നത് എന്നാണ്. പക്ഷേ ഇത്രയും പ്രോഫിറ്റബിൾ ആയ, അതായത് ഇത്രയും ലാഭത്തിലോടുന്ന ഒരു സ്റ്റാർട്ടപ്പ് പോലും ഈ IQ വെഞ്ചേഴ്സ് എന്ന ഉഡായിപ്പ് കമ്പനിക്കില്ല. IQ വെഞ്ചേഴ്സിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ കുറെ സ്റ്റാർട്ടപ്പുകൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എല്ലാം വെറും ഒരു പുകപറ മാത്രമാണ്. ഇവരുടെ ഉദ്ദേശം പണം പിരിക്കൽ മാത്രമാണ്. ഇത് വെറും ഒരു പോൺസി സ്കീം മാത്രമാണ്. സൂക്ഷിക്കുക. ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്തത് IQ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ബംഗളൂരുവിൽ സ്റ്റാർട്ടപ്പ് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംരംഭം തുടങ്ങുന്നതിനെ പറ്റിയും അതിൻ്റെ പേരിൽ ജോജി തമ്പി എന്നയാൾ, ആ ഒരു ഇൻഫ്ലുവൻസർ, കുറേ പ്രൊമോഷണൽ വീഡിയോസ് ചെയ്യുന്നതിനെയും കുറേ 10 ലക്ഷം 10 പേർക്ക് എന്ന പേരിൽ ഒരു ഗീവ് അവേ ഒക്കെ നടത്തുന്നതിനെ പറ്റിയും ഇങ്ങനൊരു തട്ടിപ്പിനെ വൈറ്റ് വാഷ് ചെയ്യുന്നതിനെ പറ്റിയുമാണ്. ഈ സോക്കോൾഡ് കമ്പനിയുടെ ആൾക്കാരാണോ അവർ നടത്തുന്ന തട്ടിപ്പുകളെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ, അവരെ എക്സ്പോസ് ചെയ്തപ്പോൾ ഇങ്ങനെ സൈബർ അറ്റാക്കിന് വേണ്ടി സൈബർ കൊട്ടേഷൻ കൊടുത്തത് അവരാണ് എന്ന് ഡെഫിനറ്റ്ലി പ്രൂവ് ചെയ്യാൻ എൻ്റെ പ്രൂഫ് ഒന്നുമില്ല. പക്ഷേ അവരെ പറ്റിയുള്ള വീഡിയോ ചെയ്തതിന് ശേഷമാണ് എനിക്ക് സൈബർ അറ്റാക്കുകൾ വരാൻ തുടങ്ങിയത്. അതുകൊണ്ട് എൻ്റെ കണ്ണിൽ അവരാണ് പ്രൈം സസ്പെക്ട്സ് ഈ ഒരു കാര്യത്തിൽ. ഞാൻ കുറച്ച് പേരെ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നില്ലേ, ഒരു അക്കൗണ്ട് പോകുന്നതൊക്കെയാണ് സൈബർ അറ്റാക്ക് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ വെറുതെ പറയുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ പൈസ വാങ്ങിച്ചിട്ട് അക്കൗണ്ടുകൾ ബാൻ ചെയ്യാനും അൺബാൻ ചെയ്യാനുമായിട്ടിരിക്കുന്ന കുറേ പ്രൊഫഷണലായിട്ടുള്ള കുറച്ച് ഇൻസ്റ്റാഗ്രാം ബാനേഴ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം ബാനേഴ്സ് എന്നാണ് ഇവരെ അൺഒഫീഷ്യലി പലരും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കുറേ ഹിന്ദിക്കാരുണ്ട്, കുറേ മലയാളികളുണ്ട്. ഇതിൽ കുറേ ആൾക്കാരെ എനിക്ക് പരിചയവുമുണ്ട്. ഇവർ പല മെത്തേഡുകൾ ഉപയോഗിച്ച് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഇതുപോലെ ബാൻ ചെയ്ത് കളിക്കാറുണ്ട്. അതിലൊരു മെത്തേഡ് എന്ന് പറയുന്നത് മെറ്റ എംപ്ലോയീസ് ഉണ്ടല്ലോ, മെറ്റയിൽ പണിയെടുക്കുന്ന ആൾക്കാർ, അവർക്ക് പൈസ കൊടുത്തിട്ട്, അതായത് മെറ്റയുടെ മോഡറേഷൻ ടീമുണ്ട്, ആ മോഡറേഷൻ ടീമിലുള്ള ആൾക്കാർ അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഒരു വയലേഷൻ കാണിച്ചിട്ട് അക്കൗണ്ട് ഡിസേബിൾ ആക്കി തരും. അവർക്ക് ഒരുപാട് പൈസ കൊടുക്കണം എന്നുള്ളതാണ് പ്രശ്നം. അവർക്ക് ചില്ലറ കാശൊന്നും കൊടുത്താൽ പോരാ, അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് ഇങ്ങനെ ഒരു അക്കൗണ്ട്, അതായത് അത്യാവശ്യം നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു അക്കൗണ്ട് ഇങ്ങനെ ബാൻ ചെയ്യാൻ. എൻ്റെ അക്കൗണ്ട് ബാൻ ചെയ്യാൻ വേണ്ടി ഇവർ ഒരാൾ ചോദിച്ചത് $4,000 ആണ്. $4,000 എന്ന് പറഞ്ഞാൽ 3.5 ലക്ഷം രൂപയാണ്. ഇങ്ങനെ എൻ്റെ അക്കൗണ്ട് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് എൻ്റെ അടുത്ത് പലരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പലയിടത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇൻസ്റ്റാഗ്രാം ബാനിങ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുടെ. അങ്ങനെയാണ് ഈ $4,000 കണക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുമുണ്ട്. എന്തായാലും ഇവരുടെ കഠിന പ്രയത്നം കൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ബാനായി പോയിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാത്രമല്ല ഇവർ ടാർഗറ്റ് ചെയ്തത് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ദ ഇന്നർ സർക്കിൾ എന്ന പേരിൽ. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ പലതരത്തിലുള്ള തട്ടിപ്പുകളെ പറ്റിയും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. പല ആൾക്കാർക്കും പല ഹെൽപ്പുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പലരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്രൂപ്പിൽ. ആ ഒരു ഗ്രൂപ്പ് ഇവരുടെ കഠിന പ്രയത്നം കൊണ്ട് ബാനായി പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ബാനായത് എന്നല്ലേ, അതാണ് കോമഡി.
കോമഡി അല്ല, വളരെ സീരിയസ് ക്രൈമാണ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം ആ ഗ്രൂപ്പിലോട്ട് അവർ പലരും ഒരുപാട് CP അയച്ചു. എന്തായാലും അങ്ങനെ ഒരുപാട് പേര് ഗ്രൂപ്പിൽ CP അയച്ച് ഗ്രൂപ്പ് അങ്ങോട്ട് മാസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഗ്രൂപ്പ് ബാനായി പോയതാണ്. ഗ്രൂപ്പ് മാത്രമല്ല, എൻ്റെ ടെലിഗ്രാം അക്കൗണ്ടും ബാനായി പോയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് CP കയ്യിൽ വെക്കുന്നത്, ഫോർവേഡ് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും എന്തിനേറെ പറയുന്നു, കാണുന്നത് വരെ വലിയ ക്രൈമാണ്. അകത്ത് പോയി കിടക്കാനുള്ള സ്കോപ്പ് ഒരുപാടുണ്ട്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് ഇവരെ വെറുതെ ഇൻസ്റ്റഗ്രാം ബാനേഴ്സ് ഒന്നും പറയാൻ പറ്റില്ല. ഇതുപോലെ ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ സൈബർ ക്രിമിനൽസ് എന്ന് തന്നെ പറയണം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കുക, കൊട്ടേഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, സൈബർ കൊട്ടേഷൻ എന്ന് നമുക്ക് ഇതിനൊരു ടേം തന്നെ കൊടുക്കാം. ഇങ്ങനെയൊക്കെ പൈസ കൊടുത്ത് ചെയ്യിക്കുന്നത് ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു തട്ടിപ്പിൻ്റെ ആൾക്കാർ, IQ വെഞ്ചേഴ്സ്. ഒന്നുകൂടെ പറയണം, അവരാണ് എന്ന് പ്രൂവ് ചെയ്യാൻ എൻ്റെ തൽക്കാലം ഇപ്പോൾ പ്രൂഫില്ല. പക്ഷേ എന്നിരുന്നാലും കുറച്ച് കാരണങ്ങളുണ്ട് എനിക്ക്. കാരണം ഇതുപോലെ സൈബർ അറ്റാക്ക് നടത്തുക എന്ന് പറയുന്നത് ചില്ലറക്കളിയല്ല, അത്യാവശ്യം നല്ല പൈസ മുടക്കുള്ള കാര്യമാണ്. അങ്ങനെ പൈസ മുടക്കാൻ കേൾപ്പുള്ള ഏതാണ് കമ്പനി ഉള്ളത്? ബാംഗ്ലൂരിൽ 800 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സ്റ്റാർട്ടപ്പ് പാർക്കിനുണ്ടാവില്ലേ? ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. പിന്നെ IQ വെഞ്ചേഴ്സിൻ്റെ CEO എന്ന് അവകാശപ്പെടുന്ന ഒരാളുണ്ട്, ഷാഫി ഷൗക്കത്ത്. ഇയാൾ എന്നെ പലതവണ വിളിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പലതവണ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. അതിന് കാരണം ഇയാൾ എനിക്കൊരു ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു, ഡിഫമേഷൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. ഇതാണ് എനിക്ക് അവർ അയച്ച ലീഗൽ നോട്ടീസ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ദ സെഡ് മെറ്റീരിയൽ കണ്ടെയ്ൻസ് ഫോൾസ്, ബേസ്ലെസ് ആൻഡ് ഹൈലി ഡിഫമേറ്ററി അലിഗേഷൻസ് അഗെയിൻസ്റ്റ് മൈ ക്ലയന്റ്സ് എന്നാണ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞൊക്കെ നുണയാണെന്നാണ് പറയുന്നത്. ദ സ്റ്റേറ്റ്മെന്റ്സ് മെയ്ഡ് ബൈ യു ആർ റെക്ലെസ്, malicious and have been made without any factual basis or verification. They have been deliberately designed to discredit my clients and to harm their business interests, public image and professional credibility. എന്ത് ക്രെഡിബിലിറ്റി! എൻ്റെ വീഡിയോകൾ കാണുന്ന ആൾക്കാർക്കൊക്കെ ഓൾറെഡി അറിയുന്നുണ്ടാവും ഞാൻ അങ്ങനെ ബേസ്ലെസ് ആയിട്ട് ഒരു ക്ലെയിമുകളും നടത്താറില്ല എന്ന്. മൈ ക്ലയൻറ്റ്സ് കാറ്റഗറിക്കലി ഡിനൈ എവറി അലിഗേഷൻ ഓർ ഇൻസിനുവേഷൻ കണ്ടെയ്ൻഡ് ഇൻ യുവർ പോസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റ്. ദ സെഡ് മെറ്റീരിയൽ ഈസ് wholly false and has been published with a view to harm their reputation and gain publicity at their expense. ഇവരെ പറ്റി പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കുകയാണെന്നാണ് പറയുന്നത്. ഇതിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ലെറ്റർ കിട്ടി 24 മണിക്കൂറിനകം ഞാൻ ഈ വീഡിയോകളെല്ലാം, ഈ പോസ്റ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യണമെന്നും ഒരു റിട്ടേൺ അപ്പോളജി ഞാൻ പബ്ലിഷ് ചെയ്യണം എന്നുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാര്യം 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെ വീഡിയോ ഡിലീറ്റ് ചെയ്യാനാ? അക്കൗണ്ടേ പോയില്ലേ. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇവരെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അടുത്ത വീഡിയോ, നമ്മുടെ ചാനലിൽ വരുന്ന അടുത്ത വീഡിയോ IQ ക്യാപ് തട്ടിപ്പിനെ പറ്റിയാണ്. ഷാഫി ഷൗക്കത്തെ ഇതുപോലെ ഒരു 100 ലീഗൽ നോട്ടീസ് കൂടെ അയക്കും. ഈ വീഡിയോയ്ക്കും കൂടെ അയക്കണം, അടുത്ത വീഡിയോയ്ക്കും കൂടെ അയക്കണം. നമുക്ക് നോക്കാം. ഇൻസ്റ്റാഗ്രാമിലേക്ക് തൽക്കാലം ഒരു മടങ്ങിപ്പോക്കില്ല. എങ്ങനെ മടങ്ങിപ്പോകാൻ പറ്റും? അവിടെ അങ്ങനെ ഒരു വെരിഫൈഡ് അക്കൗണ്ട് നിൽക്കില്ലേ, അത് പോവാതെ നമുക്ക് അവിടെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ യൂട്യൂബിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആവാൻ പോവുകയാണ്. എനിക്കറിയാം യൂട്യൂബിൽ ഈയിടെയായിട്ട് അധികം അങ്ങോട്ട് ആക്റ്റീവ് അല്ല ഈ ഒരു ചാനൽ. അതിന് കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ എൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ടല്ലോ. ഓരോ വീഡിയോയും ഒരു അരമണിക്കൂറിൻ്റെയൊക്കെ ലെങ്ത്തുള്ള വീഡിയോ ഒക്കെ ഒന്ന് സ്ക്രിപ്റ്റ് ചെയ്ത് റിസർച്ച് ചെയ്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും ചിലതൊക്കെ 1 മാസം എടുക്കും, ചിലതൊക്കെ ഒരു 2 ആഴ്ച എടുക്കും, ചിലത് 3 ആഴ്ച എടുക്കും. അങ്ങനത്തെ ഒരു പ്രോസസ്സിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല വേറെയും കുറച്ച് റീസൺസ് കണ്ട് അങ്ങോട്ട് കുറച്ച് ലാഗ് വന്നിട്ടുണ്ട്. ഓരോ വീഡിയോയ്ക്കും അത്യാവശ്യം ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് വരുന്ന ലാഗുകളാണ്. എന്തായാലും ഞാൻ യൂട്യൂബിൽ കുറച്ചുകൂടെ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും, കൂടുതൽ വീഡിയോകൾ ഈ ചാനലിൽ വരുന്നതായിരിക്കും. വെയിറ്റ് ഫോർ ഇറ്റ്. എന്തായാലും ഈ പറഞ്ഞ ഫേക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കേണ്ടത് തന്നെയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റയുടെ സപ്പോർട്ടിലൊക്കെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അവർ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് 48 മണിക്കൂറിൽ ആ അക്കൗണ്ട് ഡിസേബിൾ ആയി പോകുക, അല്ലെങ്കിൽ അവരത് റിമൂവ് ചെയ്യുമെന്നാണ്. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. അതുകൊണ്ട് ഞാൻ കേരള പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മെറ്റയ്ക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഞാൻ ഇങ്ങനെ ഒരു കാര്യം നടന്നത്, എൻ്റെ ഐഡൻറ്റിറ്റി സ്റ്റീൽ ചെയ്തത്, അല്ലെങ്കിൽ എന്നെ ഒരാൾ ഇമ്പേഴ്സണേറ്റ് ചെയ്ത് വെരിഫൈഡ് അക്കൗണ്ട് എടുത്തത്
ഇൻസ്റ്റാഗ്രാമിൻ്റെ സബ് റെഡിറ്റിൽ, അതായത് റെഡിറ്റിലൊരു സബ് റെഡിറ്റ് ഉണ്ട്, ഒരു ഗ്രൂപ്പാണ്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഗ്രൂപ്പാണ്, അൺഒഫീഷ്യലായിട്ടുള്ള ഗ്ലോബലി ഉള്ള ഒരു ഗ്രൂപ്പാണ്. അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, ഹി ഹെൽപ്പ് മീ ടു ഗെറ്റ് മൈ ഡിസേബിൾഡ് അക്കൗണ്ട് ബാക്ക്. ഹേമന്ത് കുമാർ എന്ന് പറഞ്ഞ ഒരാളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്കുള്ള ഒരു ലിങ്ക് ആയിരുന്നു അത്. ലിങ്ക്ഡിൻ എന്നത് ജോലി സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്കാണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ അതിനകത്ത് എടുത്ത് നോക്കുമ്പോൾ അയാളുടെ പ്രൊഫൈൽ ഹേമന്ത് കുമാർ ഏജാതി പ്രൊഫൈൽ എന്നറിയോ? ആളുടെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ളത് ആൾ മെറ്റയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മെറ്റയിലൊരു ഈ ഒരു പാസ്റ്റ് ഒരു 1.5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മാത്രമല്ല അതിനു മുന്നേ 11 വർഷം ഗൂഗിളിൽ വർക്ക് ചെയ്ത ആളാണ്. ലിങ്ക്ഡിൻ അത്യാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എന്നിരുന്നാലും ഈ പ്രൊഫൈൽ അത്രയ്ക്കും ഒരു ഒത്തൻറ്റിക് പ്രൊഫൈൽ, അല്ലെങ്കിൽ ഒരു ഫുൾ 100% പ്രൊഫഷണൽ പ്രൊഫൈൽ പോലെ തന്നെ തോന്നി. കാരണം അതിൽ നല്ലൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, അടിപൊളി ജോബ് ഡിസ്ക്രിപ്ഷനും ഇതിന് മുന്നേ വർക്ക് ചെയ്ത കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പഠിച്ചത് എവിടെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, IIM-ലൊക്കെയാണ്. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ഇയാളെ വിശ്വസിച്ച് പോയി. ഈ ഒരു അക്കൗണ്ട് ഇയാൾ മെറ്റയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ആദ്യം അങ്ങോട്ട് വിശ്വസിച്ച് പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ലിങ്ക്ഡിനിൽ ഇയാൾക്ക് മെസ്സേജ് അയച്ചു. മാത്രമല്ല ഇയാളുടെ അടുത്ത് ഫോണിൽ സംസാരിച്ചു. Hey Abhijit, Hi Hemant, hi. how are you, bro? Yeah, I'm good. Yeah. Okay, fine. So, okay, ठीक है. The entire issue with your ID is main account with 305K on hold. Your Yeah. secondary account 76K disabled. Yeah. Loan account which has a increasing and decreasing followers, so they are using bots to increase and Yes, decrease the followers. and they have taken verification as well. That has been government verified again. Yeah. So now, allow me like 30 minutes. Let me talk to team and see if they can do this. I'm not sure. Okay. Let me check and let me call you back in like 30 minutes. എത്ര പ്രൊഫഷണലായിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത്, എജാതി ഇംഗ്ലീഷാണ് ഇയാൾ പറയുന്നത്. എന്തായാലും ഇയാളുടെ അടുത്ത് ഞാൻ 2 ദിവസം സംസാരിച്ചു ശരിക്കും പറഞ്ഞാൽ. കാരണം ഇയാൾ അങ്ങനെയാണ് അയാളുടെ ഒരു സ്കീം നടക്കുന്നത്. നല്ല വിശ്വാസം ആർജിച്ചിട്ട് മാത്രമാണ് അയാൾ അവസാനം 17,000 രൂപ വേണം അക്കൗണ്ട് അൺബാൻ ചെയ്തു തരാൻ, അക്കൗണ്ട് തിരിച്ചെടുത്ത് തരാൻ എന്ന് പറഞ്ഞത്. They're charging 17,017. Once you transfer, the team will start the process. Okay. And they will finish it like by end of the day once it's done. അപ്പോഴാണ് ശരിക്കും എനിക്ക് ഡൗട്ട് അടിച്ചത്. അത് കഴിഞ്ഞിട്ട് അയാൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ വാട്സാപ്പിൽ DP കണ്ടപ്പോൾ തന്നെ ഞാൻ അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഇത് തട്ടിപ്പാണ്. നിങ്ങൾ ഈ DP ഒന്ന് കണ്ടു നോക്ക്, എജാതി ഫോട്ടോ അല്ലേ. മാർക്ക് സക്കർബർഗിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ആണ് അയാൾ വാട്സാപ്പിൽ വെച്ചിരിക്കുന്നത്. ജെമിനി വെച്ചുണ്ടാക്കിയതാണെന്ന് പറയത്തേ ഇല്ലല്ലോ. ഈ ഫോട്ടോയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാണുന്ന മാർക്ക് സക്കർബർഗ്, ഇങ്ങനെ റോബോട്ടിനെ പോലെ നിൽക്കുന്ന മാർക്ക് സക്കർബർഗ്, അത് ആളുടെ 3-4 കൊല്ലം മുന്നത്തെ സ്റ്റൈലാണ്. ഇപ്പം മാർക്ക് സക്കർബർഗ് ആകെ മാറി. ഇപ്പം മറ്റേ ഫുൾ ചെത്തും മറ്റേ ഫുൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള മാർക്ക് സക്കർബർഗാണുള്ളത്. എന്തായാലും 17,000 രൂപയില്ല, 17,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. യെസ് അഭിജിത്ത് ഷോയുടെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാ ആഴ്ചയും ഷോ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, എല്ലാ ആഴ്ചയും വീഡിയോകൾ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ പറഞ്ഞല്ലോ, യൂട്യൂബിലൊരു വീഡിയോ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് അടുത്ത ആഴ്ച ഇതേപോലത്തെ ഒരു ഷോ അല്ലെങ്കിൽ എപ്പിസോഡ് 2 വരുമെന്ന് പ്രതീക്ഷിക്കാമില്ല. അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച, അത് 2 ആഴ്ച ഉണ്ടല്ലോ, നോക്കാം.